ഇപ്പോൾ CP നേതാവ് ശ്രീ അനിൽകുമാർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തിരിക്കുന്നു SIT. താങ്കളുടെ പ്രതികരണം? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ എപ്പോഴും മാതൃകാപരമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു സംസ്ഥാന സർക്കാരിന് ദേവസ്വം ബോർഡിൽ പരിമിതമായ ഇടപെടൽ മാത്രമേ എപ്പോഴും ഉള്ളൂ. ദേവസ്വം ബോർഡ് മന്ത്രി എന്ന നിലയ്ക്കും അക്കാര്യങ്ങളിൽ പരിമിതമായ ഇടപെടലുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായി ഏതൊരു കാര്യത്തെക്കുറിച്ചും പരിശോധനകൾ SIT നടത്തുന്നുണ്ട്. എന്തെല്ലാം പരിശോധന നടത്തിയെന്നൊരു വിവരം നമ്മുടെ മുമ്പിലില്ല. ആ ഒരു സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ, അതിനെ പിന്തുണയ്ക്കുകയാണ് ഇപ്പൊ സർക്കാർ ചെയ്യുന്നത്. ആരോട് അന്വേഷിക്കുന്നതിനും നല്ല സ്വാഗതമാണ് കേരള സർക്കാർ അക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ കടകംപള്ളിയെ അവിടെ അന്വേഷണം നടത്തിയിട്ടുണ്ട്, മൊഴി എടുത്തിട്ടുണ്ട് നിങ്ങൾ പറയുന്ന വസ്തുതയെ കുറിച്ച് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിലും അതെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരം എല്ലാ പരിശോധനകളും നടത്തണം തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. സ്വാഭാവികമായിട്ടും തുടക്കം മുതൽ തന്നെ ഈ പല വിധത്തിലുള്ള ആരോപണങ്ങൾ മുന്നിലേക്ക്, ഇപ്പൊ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് മാറ്റിവെക്കാം, അത് കൂടുതൽ ഇനി മുന്നിലേക്ക് ഉയർന്നു വരും എന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. പക്ഷേ വൈകിട്ടില്ലേ ശ്രീ അനിൽകുമാർ, ഈ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളൊരു ചോദ്യം കൂടി ഈ വേളയിൽ നിൽപ്പുണ്ട്. നമ്മുടെ മുമ്പിൽ നിർമ്മിക്കപ്പെട്ട ഒരു വ്യാജം ഞാൻ മനസ്സിലാക്കിയത്, ഈ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുക്കുകയും അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ നവീകരിക്കാൻ കൊണ്ടുപോയി എന്നൊരു ആഖ്യാനം നേരത്തെ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരമൊരു അപേക്ഷ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി ഇപ്പൊ തന്നെ മാധ്യമങ്ങൾക്ക് ഇത് പുറത്തു കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എവിടുന്നാണ് ഇത്തരം വ്യാജങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഇതുപോലുള്ള നിരവധി വ്യാജങ്ങൾ ആഖ്യാനങ്ങളായിട്ട് വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അതിൽ വ്യക്തത വരുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്, അവരുടെ ചുമതലയാണ്. ആ ചുമതല അവർ നിർവഹിക്കുന്നതിന് പിന്തുണയ്ക്കാണ് വേണ്ടത്. ഓക്കെ, ഇതിലിപ്പോൾ മറ്റൊരു കാര്യം രാഷ്ട്രീയപരമായി പോലും ഉയർന്നു നിൽക്കുന്നതല്ലേ ശ്രീ കെ അനിൽകുമാർ? നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഏത് വിധത്തിലാണ് മുന്നോട്ടിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത്. ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. അപ്പോൾ അവർക്ക് കയ്യിൽ കിട്ടിയ ഒരു വടി കൂടിയായി മാറുന്നില്ലേ ഈ മൊഴിയെടുപ്പ് എന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. അതിന് കാരണം കടകംപള്ളിക്കെതിരായിട്ട് പ്രതിപക്ഷ നേതാവ് നിർമ്മിച്ച നുണ 8 നിലയിൽ പൊട്ടി. കേസ് കൊടുത്തപ്പോൾ തെളിവ് കൊടുക്കാതെ കോടതിയിൽ നിന്ന് ഒളിച്ചോടി. പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് തന്നെ പോകാൻ പേടിക്കുന്ന മനസ്സിലാക്കുന്നത്. കാരണം അവിടെയാണല്ലോ കേസ്. അദ്ദേഹം മറുപടി കൊടുക്കട്ടെ, അദ്ദേഹം ആദ്യം മറുപടി കൊടുക്കട്ടെ. അങ്ങനെ പ്രതിപക്ഷ നേതാവ് കോടതിയിൽ നിന്ന് ഒളിച്ചു നടക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവുള്ള കേരളത്തിനകത്ത് എന്തിനാണ് നാളെ മറ്റൊരു ആഖ്യാനം ഉണ്ടാക്കുന്നത്? എല്ലാ തെളിവും ആ കോടതി കൊടുക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്തിരിക്കുക. അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരി, വളരെയധികം ശ്രീ കെ അനിൽകുമാർ ഇപ്പോൾ സംസാരിച്ചതിന്.